എപ്പോൾ യുദ്ധം അവസാനിക്കുമെന്നുള്ള ഒരൊറ്റ ചോദ്യത്തിലാണ് ലോകം ഇന്ന് ശ്വാസമടക്കി ഉറ്റുനോക്കുന്നത്. എന്നാൽ അതിനുള്ള ശരിയായ ഉത്തരം പുറത്തു വന്നു കഴിഞ്ഞു. ഇറാനുമായുള്ള സൈനിക സംഘർഷത്തിന്റെ ദൈർഘ്യത്തെക്കുറിച്ച് ആദ്യമായി വ്യക്തമായ സൂചന നൽകിയെത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരായ US സൈനിക നടപടികൾ ഏകദേശം 4 ആഴ്ച വരെ നീണ്ടു നിന്നേക്കാമെന്നതാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. ഈ പ്രസ്താവന അന്താരാഷ്ട്ര രാഷ്ട്രീയ വേദികളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന സൂക്ഷ്മമായ ഭൂരാഷ്ട്രീയ സമവാക്യങ്ങൾക്കിടയിൽ ഇത്തരം ഒരു സൂചനയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വൈരുദ്ധ്യം പുതിയ കാര്യമല്ല. 1979 ഇറാൻ വിപ്ലവത്തിന് ശേഷം ഈ രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായ നിലയിൽ തന്നെയാണ് ഇന്നുവരെയും മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ആണവായുധ വികസനവുമായി ബന്ധപ്പെട്ട് ഇറാനെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങളും അതിനോടനുബന്ധിച്ചുണ്ടായ സംഘർഷാവസ്ഥയും കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ലോക രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ചർച്ചകളിൽ ഒന്നായിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസും മറ്റു സുരക്ഷാ ഏജൻസികളും ഇറാന്റെ പ്രാദേശിക സ്വാധീനം നിയന്ത്രിക്കണമെന്ന നിലപാട് തുടർച്ചയായി പ്രകടിപ്പിച്ചു വന്നിരുന്നു. ഇപ്പോഴത്തെ പ്രസ്താവനയിൽ 4 ആഴ്ചയോളം നീണ്ടു നിൽക്കാവുന്ന സൈനിക നടപടി ഇനിയും തുടരുമെന്ന ആശയം മുന്നോട്ട് വെക്കുമ്പോൾ അത് എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്ന ഭയപ്പാടിലേക്ക് ലോകത്തെ കൊണ്ടുവന്നെത്തിക്കുകയാണ്. മറിച്ച് പരിമിത ലക്ഷ്യങ്ങളുള്ള ഒരു തന്ത്രം